ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചുരിദാറിൽ നമുക്ക് ക്യാൻവാസ് ആണോ വെക്കേണ്ടത്, അപ്പോൾ അത് എങ്ങനെയാണ് ക്യാൻവാസ് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമ്മുടെ അളവ്, അതായത് നെക്ക് നമ്മൾ ചുരിദാറിനാണ് നെക്ക് അളവെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷോൾഡറിന് ഇതുപോലെ നെക്കിൻ്റെ ഇതേ അളവിൽ ഷോൾഡറിന് കറക്റ്റ് അളവാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഷോൾഡറിന് കറക്റ്റ് നെക്കിലേക്ക് ടാപ്പ് പിടിക്കുക. ബാക്കും ഫ്രണ്ടും നമുക്ക് ഇതുപോലെ ഒരുമിച്ച് തന്നെ എടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ബാക്ക് ഇറക്കം കൂടുതലുള്ളത് ബാക്കാണ്, ഇറക്കം കുറവുള്ളത് ഫ്രണ്ടാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് ഇറക്കം വരുന്നത് ഒരു 6.5 ഇഞ്ചും ബാക്ക് ഇറക്കം വരുന്നത് 7 ഇഞ്ചുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാൻവാസിൽ ഇത് വെച്ചിട്ട് അളവെടുക്കുക എന്നുള്ളത് നോക്കാം. പിന്നെ നമുക്കിത് ഇതുപോലെ വൈഡും എടുക്കണം. വൈഡും ഇതുപോലെ കറക്റ്റായി വെച്ച ശേഷം ടാപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ നെക്ക് വൈഡ് വരുന്നത് അതും എടുക്കുക. ഇതിലിപ്പോൾ നെക്ക് വൈഡ് വരുന്നത് ഒരു 7 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 3.5 ഇഞ്ചാണ് എടുക്കുക. 7ൻ്റെ ഹാഫ് 3.5 ഇഞ്ചാണ് നമ്മൾ നെക്ക് വൈഡ് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളിത് ഈ ക്യാൻവാസ്, നമുക്ക് ആവശ്യമുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിൻ്റെ ആവശ്യത്തിനുള്ള ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചുരിദാർ നെക്ക് ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2ആക്കി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തിടേണ്ടത്. നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് ഫോൾഡ് ചെയ്തില്ലേ, അതുപോലെ ഇതുപോലെ കറക്റ്റായിട്ട് ക്യാൻവാസ് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് എനിക്കിതിൽ ബാക്ക് ഇറക്കം വരുന്നത് 7.5 ഇഞ്ചാണ്. അതിലൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 8 ഇഞ്ചാണ് ബാക്ക് എടുക്കുന്നത്. അതേപോലെ ഫ്രണ്ട് വരുന്നത് 6.5 ഇഞ്ചാണ്. അതിലും ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കും ഫ്രണ്ടും നെക്ക് എത്രയാണോ ഇറക്കം നമ്മുടെ അളവ് ടോപ്പിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുത്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൂട്ടണം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലെ വൈഡ് എടുക്കുകയാണ്. വൈഡും ഇതുപോലെ 3.5 ഇഞ്ചാണ് എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാക്കും ഫ്രണ്ടും ഇറക്കം നമ്മൾ അളവെടുത്തു. എന്നിട്ട് ഇതുപോലെ വൈഡും 3.5 ഇഞ്ച് വെച്ച് അളവെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു പിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് സ്റ്റാപ്ലർ വെച്ചിട്ടൊന്ന് പിൻ ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഇതുപോലെ റൗണ്ടും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മുടെ ഇറക്കം കുറവ് ഫ്രണ്ടാണല്ലോ, അപ്പോൾ ഈ കട്ടിങ് വരുന്നത് ഫ്രണ്ടാണ്. ഇറക്കം കുറവുള്ളത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ക്യാൻവാസിൽ ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇറക്കം കുറവുള്ളത് തന്നെ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഫ്രണ്ടാണ് ഇറക്കം കുറവ്. അപ്പോൾ ഫ്രണ്ട് നമുക്ക് അടിയത്തെ പീസ് ഫ്രണ്ടാക്കിയിട്ട് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇതിൽ ഫ്രണ്ട് അളവ് കറക്റ്റായിട്ട് നമ്മളൊരു 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ മേലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എങ്കിലേ നമുക്ക് ആ റൗണ്ട് നെക്കിൻ്റെ വൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് നെക്ക് വൈഡിൻ്റെ അവിടെ, അതായത് നെക്കിൻ്റെ മേൽഭാഗത്ത് ആ പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യണമെങ്കിൽ. അതില്ലെങ്കിൽ നമ്മുടെ നെക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കും, അളവ് കറക്റ്റ് ആവില്ല. അതിനാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കാണ് അടുത്ത് കട്ട് ചെയ്യുന്നത്. ബാക്കും നമ്മൾ ഈ 8 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബേക്ക് അളവും ഇതുപോലെ കറക്റ്റായിട്ട്, എന്നിട്ട് ഇതുപോലെ ഒരു 1 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഇതുപോലെ കുറച്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നെക്ക് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് നിങ്ങളിപ്പോൾ റൗണ്ട്
റൗണ്ട് ഷേപ്പാണ് കട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇനി ഇത് നമ്മൾ അടുത്ത ലൈനിങ്ങിൽ അയൺ ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ആകുമ്പോൾ നമ്മുടെ നെക്ക് എത്രയാണോ അതായത് ഇറക്കം വരുന്നതും വേസ്റ്റ് വരുന്നതും അത് കറക്റ്റായിട്ട് എടുക്കുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. എന്നിട്ട് നമ്മുടെ ലൈനിങ് എടുത്തു. അതായത് ചുരിദാറിൻ്റെ ലൈനിങ് പീസിലാണ് ഇത് ഒട്ടിക്കേണ്ടത്. ലൈനിങ് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്യുക. പിന്നെ ഈ ക്യാൻവാസിലൊരു അടിയിൽ പശ ഉണ്ടാവും, അത് നമുക്ക് കാണാൻ പറ്റും, ഒരു മിന്നുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ അടിവശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് റൗണ്ട് വെച്ചിട്ട് അയൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.